ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഹനാസ് വേൾഡ് ചാനലിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ്. ഒരു യമ്മിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. സോ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് പോവാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു യമ്മിയാണ്, അത് ഡിലീഷ്യസ് ആണ്. അത് ചൈനീസ്, ഇന്ത്യൻ ഓൾ മിക്സ്ഡ് ഫുഡാണ്. പേര് ചില്ലി ചിക്കൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷും കൂടെയാണ് അത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാൻഡ് ചിക്കൻ ചില്ലിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് എങ്ങനെ ഈ ചിക്കൻ ചില്ലി തയ്യാറാക്കാമെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കതിനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ്. ഞാൻ 1 kg ചിക്കൻ ബോണോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബോണില്ലാതെയും എടുക്കാം, ബോൺലെസ് ആയിട്ട് എടുക്കാം നമുക്ക് ചിക്കൻ. അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കനിലോട്ട് നമുക്കൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നമുക്ക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ ചില്ലിയും കിട്ടും, അതും കുഴപ്പമൊന്നുമില്ല, അതും ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മുടെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ് നല്ലത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മണം കിട്ടില്ല. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയണമെങ്കിൽ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണെങ്കിൽ നമുക്ക് ഒരു 20 തന്നെ എടുക്കാം. പിന്നെ ഒരു 2 വലിയ കഷ്ണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ വേണം. അതിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് കറിക്കും, പിന്നെ അതിൻ്റെ അപ്പർ പോർഷൻ അതായത് ഗ്രീൻ പോർഷൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാനിടാം. പിന്നെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് റെഡ് കളറാണ്. നിങ്ങൾക്ക് ഗ്രീന് മിക്സഡ് കളറായിട്ടൊക്കെ കിട്ടും, അതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം. പിന്നെ ഒരു ബിഗ് ഓണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഡേയ്സ് മാതിരിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ലെയറായിട്ടിരിക്കുന്നതിന് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഒരു നമ്മുടെ ഇഷ്ടമുള്ള ടൈപ്പൊക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺ സ്റ്റാർച്ച് റെഡിയാക്കേണ്ടിയുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്ത് കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ നമ്മളിതിന് കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് സ്ലോലി എടുത്ത് ചിക്കൻ്റെ പീസുകൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചസ് ആയിട്ടാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ സംഭവം ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഏകദേശം ഒരുപാട് സിമ്മിലാക്കണ്ട, ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഒരു 8 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ഈ ചൈനീസ് ഫുഡൊക്കെ ഏകദേശം ഹാഫ് കുക്കാണ് എല്ലാം ആവശ്യം. ഹൈ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വേവേ വേണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഏകദേശം ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് കോരി മാറ്റാം.
അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കാനുള്ളത്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി, അതായത് നമ്മുടെ ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ കൈനടുത്ത് വെച്ച് വേണം ചെയ്യാനുള്ളത്. കാരണം ഇതൊക്കെ ഏകദേശം ഒരുപാട് കുക്ക്ഡ് ആവണ്ട. നമ്മുടെ ഒരു ഹാഫ് കുക്കാണ് നമ്മുടെ ചൈനീസ് ഡിഷസ് എല്ലാം. ഏകദേശം ഒരു ഹാഫ് സെക്കൻഡ് വരെ നമുക്ക് എടുക്കും. ഇതിലോട്ട് നമ്മൾ ഓണിയൻ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇതിലോട്ട് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ആയാൽ മതി. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, നല്ല കളർഫുൾ ആയിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് പോർഷനില്ലേ, അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ എല്ലാവരും ക്ഷമിക്കണം, എനിക്ക് നേരത്തെ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഒട്ടും കുറച്ചിട്ടില്ല, ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നതാണ്. 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സെമി ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തിക്ക് ഗ്രേവി ആണെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്കൊന്ന് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺ സ്റ്റാർച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനിലെ അതിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ ചില്ലി ചിക്കൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ. സോ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ഹന സലാമി സൈനിങ് ഓഫ്.